വചനം 16. ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. വാക്കാർത്ഥം: ഖുൽ, നീ പറയുക, അതുഅല്ലിമൂന, നിങ്ങൾ പഠിപ്പിക്കുക, അല്ലാഹു, അല്ലാഹുവിനെ, ബിദീനികും, നിങ്ങളുടെ മതത്തെപ്പറ്റി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, യഅലമു, അവൻ അറിയുന്നു, മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളത്, വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും, വല്ലാഹു, അല്ലാഹു, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും, അലീം, അറിവുള്ളവനാണ്. നബിയെ പറയുക, നിങ്ങളുടെ മതത്തെപ്പറ്റി നിങ്ങൾ അല്ലാഹുവിനെ പഠിപ്പിക്കുകയോ? അല്ലാഹു ആകട്ടെ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അറിയുന്നു. അല്ലാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. വചനം 17. യമുന്നൂന അലൈക അൻ അസ്ലമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. വാക്കാർത്ഥം: യമുന്നൂന, അവർ ദാക്ഷിണ്യം കാട്ടുന്നു, ഔദാര്യം പറയുന്നു, അലൈക, നിന്റെ മേൽ, നിന്നോട്, അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചത്, ഖുൽ, നീ പറയുക, ലാ തമുന്നു, നിങ്ങൾ ദാക്ഷിണ്യമായി കാട്ടേണ്ടതില്ല, കാട്ടരുത്, അലയ്യ, എന്റെ മേൽ, ഇസ്ലാമകും, നിങ്ങളുടെ ഇസ്ലാമിനെ, ബലില്ലാഹു, എങ്കിലും അല്ലാഹു, യമുന്നു അലൈക്കും, നിങ്ങളുടെ മേൽ ദാക്ഷിണ്യമായി കാട്ടുന്നു, അൻ ഹദാക്കും, അവൻ നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തത്, വഴികാട്ടിയത്, ലിൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക്, ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാൻമാർ, സത്യം പറയുന്നവർ. അവർ ഇസ്ലാം സ്വീകരിച്ചത് നിന്റെ മേൽ ദാക്ഷിണ്യമായി അവർ കാട്ടുന്നു. പറയുക, നിങ്ങളുടെ ഇസ്ലാമിനെ എന്റെ മേൽ ദാക്ഷിണ്യമായി കാണിക്കരുത്. പക്ഷേ നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് മാർഗദർശനം നൽകിയതിനെ അല്ലാഹു നിങ്ങളുടെ മേൽ ദാക്ഷിണ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സത്യം പറയുന്നവരാണ്. വചനം 18. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. വാക്കാർത്ഥം: ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅലമു, അറിയുന്നു, ഗൈബസ് സമാവാതി, ആകാശങ്ങളിലെ അദൃശ്യകാര്യം, വൽ അർദ്, ഭൂമിയിലെയും, വല്ലാഹു, അല്ലാഹു, ബസീർ, കണ്ടറിയുന്നവനാണ്, ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. നിശ്ചയമായും അല്ലാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യം അറിയുന്നു. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. 16, 17, 18 വിശദീകരണം. 14-ാം വചനത്തിൽ പ്രസ്താവിച്ച ആ അറാബികളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവരുടെ പ്രസ്താവനകളും ഭാവവും കണ്ടാൽ അല്ലാഹുവിന് അവരുടെ സ്ഥിതിഗതികൾ ഒന്നും അറിയുകയില്ല. അവർ മുസ്ലിങ്ങളാണെന്നും വിശ്വസിച്ചിട്ടുണ്ടെന്നും അവർ അല്ലാഹുവിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എന്നും തോന്നിപ്പോകും. ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യവും അറിയുന്നവനാണ് അല്ലാഹു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് അവരുടെ സംസാരം. മാത്രമല്ല, അവർ ഇസ്ലാമിനെ അംഗീകരിക്കുന്നതും ശത്രുപക്ഷത്ത് ചേർന്ന് യുദ്ധത്തിനൊരുങ്ങാതിരുന്നതും അവർ ചെയ്ത ദയാദാക്ഷിണ്യമാണെന്നും അതിന്റെ പേരിൽ അല്ലാഹുവും റസൂലും അവരോട് കടപ്പെട്ടിട്ടുണ്ടെന്നുമാണ് അവരുടെ നില. സത്യവിശ്വാസം സ്വീകരിച്ചുവെന്നും തങ്ങൾ മുസ്ലിങ്ങളാണെന്നും അവർ പറയുന്നത് വാസ്തവമാണെങ്കിൽ കാര്യം നേരെ മറിച്ചാണുള്ളത്. കാരണം അതിനുള്ള പ്രചോദനവും മനസ്ഥിതിയും അവരിൽ ഉളവാക്കി സത്യത്തിലേക്ക് നയിച്ചത് അല്ലാഹുവാണ്. അതിന്റെ ഫലം അവർക്ക് തന്നെയാണ് താനും. എന്നിരിക്കെ അല്ലാഹു അവർക്ക് അങ്ങോട്ടാണ് ദാക്ഷിണ്യം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവർ അല്ലാഹുവിനോട് കടപ്പെട്ടിരിക്കുകയാണ്.
അവരോട് യാതൊരു കടപ്പാടും അള്ളാഹുവിനാകട്ടെ റസൂലിനാകട്ടെ ഇല്ല എന്ന് സാരം. തങ്ങളുടെ പ്രവൃത്തികൾക്കടക്കമുള്ള എല്ലാ രഹസ്യ പരസ്യങ്ങളും ചെറുതും വലുതുമെന്ന വ്യത്യാസം കൂടാതെ അള്ളാഹു അറിയുമെന്ന ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ ഇത്തരം ധാരണകളും പ്രസ്താവനകളും അവരിൽ നിന്ന് ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് അവസാനത്തെ വചനത്തിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണെന്ന് ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഹുനൈൻ യുദ്ധത്തിൽ ലഭിച്ച ഗനീമത്ത് സ്വത്തുക്കൾ ഭാഗിച്ചപ്പോൾ ചില പ്രത്യേക കാരണങ്ങളെ മുൻനിർത്തി ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കൊടുക്കുകയുണ്ടായി. ഇത് അൻസാരികൾക്കിടയിൽ അല്പം ഒരു മുറുമുറുപ്പിന് കാരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൂട്ടി ഉപദേശിക്കുകയും സംഗതി വിവരിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ തങ്ങളുടെ പക്കൽ വന്നുപോയ അബദ്ധത്തിൽ അവരെല്ലാം വ്യസനിക്കുകയും കരയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ച കൂട്ടത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: ഹേ അൻസാരികളെ, നിങ്ങൾ വഴിപിഴച്ചവരായിരുന്നു. എന്നിട്ട് ഞാൻ മുഖാന്തരം അള്ളാഹു നിങ്ങളെ നേർമാർഗത്തിലാക്കിയില്ലേ? നിങ്ങൾ ദരിദ്രന്മാരായിരുന്നു. എന്നിട്ട് ഞാൻ മുഖാന്തരം നിങ്ങൾ ധന്യരാക്കിയില്ലേ? നിങ്ങൾ ശത്രുക്കളായിരുന്നു. എന്നിട്ട് ഞാൻ മുഖാന്തരം അള്ളാഹു നിങ്ങളെ മനസ്സുകൾക്കിടയിൽ ഇണക്കിച്ചേർത്തില്ലേ? ഈ ഓരോന്നിലും അൻസാരികൾ ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അതെ, അള്ളാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും ദാക്ഷിണ്യം ചെയ്തവർ.